എറണാകുളം ആലുവ പുളിഞ്ചോട് കവലയിൽ തീപിടുത്തമുണ്ടായി. മാലിന്യ കൂനയിൽ നിന്ന് ആക്രിക്കടയിലേക്ക് തീ പടർന്നു. അഗ്നിരക്ഷാസേന എത്തി തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ലാൽകൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, എവിടെ നിന്നാണ് തീപിടിച്ചത്? വലിയ തീപിടുത്തമാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? വലിയ തീപിടുത്തം തന്നെയാണ്. സ്റ്റിൽ ഓൺ റെഡ് എന്നുള്ളതാണ് ഫയർഫോഴ്സ് നൽകുന്ന മെസ്സേജ്. അതായത് ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് അറിയുന്നത്. 5:45 കൂടിയാണ് ഇവിടെ തീ പടർന്നു പിടിക്കാൻ തുടങ്ങിയത്. അടുത്തുണ്ടായിരുന്ന മാലിന്യത്തിന് തീയിട്ടപ്പോൾ അവിടെ നിന്ന് കാറ്റിൽ തീ പടർന്ന് ഈ ആക്രിക്കടയിലെ മാലിന്യ കൂമ്പാരത്തിലേക്ക് തീ പടർന്നതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അഗ്നിരക്ഷാസേന നൽകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലുവയിൽ നിന്നുള്ള ആദ്യ യൂണിറ്റാണ് തീ അണയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. പക്ഷേ അവരെ കൊണ്ട് പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്ന്, അതായത് അങ്കമാലി, കളമശ്ശേരി, ഏരൂർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റുകൾ എത്തിയാണ് തീ അടയ്ക്കാനുള്ള ശ്രമം 5:45 മുതൽ തന്നെ തുടരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 5 യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കപ്പലിന്റെ സ്ക്രാപ്പ് ആണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്തുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ലേലത്തിൽ പിടിക്കുന്ന സ്ക്രാപ്പ് ഇവിടെ എത്തി പൊളിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ പൊളിച്ചിട്ട ക്രെയിന്റെ അടക്കമുള്ള അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. ടയറുകളുണ്ട്, പെട്രോളിയം സാധനങ്ങൾ ഇപ്പോഴും അതിനകത്തുണ്ട്. ഓയിലും പെട്രോളിയം അടങ്ങിയ ഭാഗത്താണ് ഇപ്പോൾ തീപിടുത്തം കൂടുതലായിട്ടുള്ളത്. ടയറുകളടക്കം കത്തുന്നുണ്ടായിരുന്നെങ്കിൽ അത് കെടുത്താൻ സാധിച്ചു. പക്ഷേ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഭാഗത്ത് തീ പൂർണ്ണമായി കെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് തീ പടരുന്ന സ്ഥിതി കൂടിയുണ്ട്. തൊട്ടടുത്തുള്ളത് ഒരു കാറിന്റെ ഷോറൂമാണ്. ഏകദേശം 5:45 കൂടി വലിയ രീതിയിൽ പുക ആ ഷോറൂമിനകത്തേക്ക് വരുന്നത് കണ്ടതോടെ അവിടുത്തെ ജീവനക്കാരടക്കം ഇറങ്ങി പുറത്തേക്ക് ഓടുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാറുകളും പുറത്തേക്ക് മാറ്റി. അതിന്റെ മേൽക്കൂരയ്ക്കടക്കം ചെറിയ രീതിയിലുള്ള തീ പടർന്ന് പുക പിടിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൊട്ട് പിന്നിൽ ഒരു സഹകരണ ബാങ്കും ഉണ്ടായിരുന്നു. അവിടെയും ഇതിന്റെ ബാക്കി പത്രം എന്നോണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുക നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ തത്സമയ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ആ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. അത് പൂർണ്ണ തോതിൽ എത്തുമോ എന്നുള്ളത് കണ്ടറിയാം. കാരണം പെയിന്റ് അടക്കമുള്ള ടയറിന്റെ ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ബെഡ് അടക്കമുള്ളവയാണ് തീ കത്തിപ്പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആളപായങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ഇതിനകത്ത് ആൾക്കാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ രീതിയിലുള്ള തീ പടർന്നത് പ്രദേശവാസികൾ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള പുക ഇതിനോടകം തന്നെ നിറഞ്ഞിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്നുള്ള ഫ്ളാറ്റുകൾ അടക്കമുള്ളവ സമീപ പ്രദേശങ്ങളിലുണ്ട്, വീടുകളുണ്ട്. അവിടേക്കെല്ലാം ഇതിന്റെ വിഷപ്പുക വലിയ രീതിയിൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. സമീപവാസികളടക്കം ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം അഗ്നിരക്ഷാസേനയും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ പോലും പുകയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ തീ പടർന്നു പിടിക്കും എന്നൊരു ആശങ്ക വേണ്ട. പക്ഷേ ഇതിനകത്ത് തന്നെയാണെങ്കിൽ പോലും ആ തീ പൂർണ്ണ രീതിയിൽ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.